വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മുടെ പുറകിൽ നല്ല ഹരിതാപവും പച്ചപ്പും ഒക്കെ കാണും. നിങ്ങളൊക്കെ കണ്ടതുപോലെ തന്നെ ഞാനും മമ്മിയും കുറച്ച് കാര്യമായിട്ട് ചെടിയിലേക്ക് ഇറങ്ങിയേക്കാണ്. ഇന്നത്തെ വീഡിയോ ഇട്ടപ്പോൾ കുറേ പേര് 2-3 പേര് എനിക്ക് കമൻസ് ഇടുകയും കുറച്ച് പേര് എനിക്ക് പേഴ്സണലി മെസ്സേജ് അയക്കുകയും ചെയ്തു. എന്തായാലും ഡിവൈൻ മോള് ഗാർഡനിങ്ങൊക്കെ സ്റ്റാർട്ട് ചെയ്ത സ്ഥിതിക്ക് അതിനെക്കുറിച്ചൊരു വ്ളോഗ് ഇട്ടുകൂടെ എന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ ഞാനിന്ന് ഡേ ഇൻ മൈ ലൈഫ് സ്റ്റാർട്ട് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഡേ ഇൻ മൈ ലൈഫ് എനിക്ക് എടുത്ത് തുടങ്ങാൻ പറ്റില്ല. അപ്പോൾ ഉച്ചയ്ക്കൊരു ആഫ്റ്റർനൂൺ വ്ളോഗ് തൊട്ട് ഞാൻ എടുക്കാമെന്ന് വിചാരിച്ചു. ഇത് നിങ്ങൾ വാങ്ങിച്ചത് മാത്രമേ കണ്ടിട്ടുണ്ടാവുള്ളൂ മമ്മിയുടെ വീഡിയോയിൽ. ഇത് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളതൊന്നും നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ ഞാനത് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇത് നമ്മുടെ ഇതിൽ കൂടെ പോയപ്പോൾ വണ്ടിയിൽ വിൽക്കണ ഒരു ചേട്ടൻ്റെ നിന്ന് നമ്മൾ വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ ഭയങ്കര റീസണബിളായിട്ട് ചേട്ടൻ നമുക്ക് കുറച്ചധികം ചെടികൾ തന്നു. ചേട്ടൻ ആഴ്ചയിലൊരിക്കൽ എന്തായാലും ഈ വഴി പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് നല്ല ചെടികൾ വരുമ്പം പറയൂ, പിന്നെ കുറച്ച് മണ്ണ് കൊണ്ട് താഴുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ആദ്യം തന്നെ ആ ചേട്ടൻ്റെ നിന്ന് ഞാൻ വാങ്ങിച്ചത് ഈ ഒരു ചെടിയാണ് കേട്ടോ. ഞാൻ ഓരോന്നായിട്ട് നിങ്ങളെ കാണിക്കാം. ഇതൊരു പൂച്ചെടിയാണ് കേട്ടോ. ഇങ്ങനെ നല്ലൊരു കളറാണ്. ഇത് ഈ ചട്ടിയിലല്ലായിരുന്നു തോന്നണു. ചട്ടിയിലായിരുന്നു ഇത് ചട്ടിയിലായിരുന്നു. കുറച്ചും കൊക്കോബിറ്റൊക്കെ ഇട്ടിട്ട് നമ്മളത് റെഡിയാക്കിയതാണ്. ഇത് ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ. ഞങ്ങളുടെ ഈ പാത്രം കാണുമ്പോഴേ മനസ്സിലാവും. ഇത് പുല്ല് വെക്കാനായിട്ട് എനിക്കിഷ്ടത്തിന് അച്ഛൻ പറഞ്ഞു നീ ഒരു ചട്ടി എടുത്തുകൊണ്ട് പൊക്കോ എന്ന് പറഞ്ഞു. പിന്നെ ഇത് നമ്മുടെ ഈ ഒരു പൂവിൻ്റെ പേര് ഞാൻ മറന്നുപോയി. കുറച്ച് മുമ്പ് വരെ ഓർത്തിരുന്നതാണ്. ഇത് നമ്മൾ 2 ഷെയ്ഡിൽ വാങ്ങിച്ചിട്ടുണ്ട്. ഇത് ശരിക്കും 2-3 ഷെയ്ഡിലൊക്കെ വരും. അപ്പം ഇതും നമ്മൾ കൊക്കോബിറ്റ് ഇടുന്നത് 2 കളർ അടുപ്പിച്ച് വന്നു. ഇതൊന്ന് ശരിക്കും ഒന്നും കൂടെ അറേഞ്ച് ചെയ്യണം. പിന്നെ നമ്മുടെ മണി പ്ലാന്റ് ഉണ്ട്. ഇതാണ് എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള ചെടി, റോസ്. അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് നാവും ഞാൻ നനച്ചതേ ഉള്ളൂ. ഭയങ്കര വെയിലായിരുന്നു കേട്ടോ. അപ്പം വന്നപ്പോൾ തന്നെ പൂത്തൊക്കെ തന്നെയാണ് ഇരുന്നത്. എന്നാലും അറിയില്ല, കുറച്ച് ദിവസം കൂടെ കഴിയണം. പിന്നെ ഇത് ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസമാണ് നട്ടത്, ഒരാഴ്ചയ്ക്ക് ശേഷമാണ് നട്ടത്. ഇത് അച്ഛൻ കെട്ടിയ കെട്ടാണ്. ഞാനിതുവരെ അയച്ചിട്ടില്ല. ഒന്ന് പിടിച്ചിട്ട് അതൊന്ന് അഴിച്ചു വിടാം എന്ന് വിചാരിച്ചു. പിന്നെ ഇത് ബഡ്ഡിങ് ആണ്. 2 കളറ് ഒരു ചെടിയിൽ വരുന്നതാണ്. ഇത് ഒരു കുട്ടി റോസാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട്. നമുക്ക് എവിടെയും അലഞ്ഞു തിരിയാണ്ട് നമ്മുടെ വീട്ടിൽ തന്നെ കൊണ്ടെത്തിച്ചപ്പോൾ അത് കൂടുതൽ സൗകര്യമായി. ഇതൊക്കെ നമ്മുടെ ഇതാണ്. ഇത് കണ്ടോ, കുറേ നാൾ വെയിലത്തിരുന്നിട്ട് ഇത് സൈഡെല്ലാം ദ്രവിച്ചു പോയി കേട്ടോ. ഇതും അതുപോലെ തന്നെ കുട്ടി റോസാണ് കേട്ടോ. നല്ല രസമുണ്ട്. വന്നപ്പോൾ ഇതുണ്ടോ, നല്ല കാര്യമായി വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഇനിയിപ്പോൾ പോകെ അറിയുള്ളൂ. ഇത്രയും ദിവസമല്ലേ ആയിട്ടുള്ളൂ. പിന്നെ ഇതും ഈ പറഞ്ഞ പോലെ വെയിലത്തിരുന്നാണ് കേട്ടോ ഇതിങ്ങനെ പോയത്. പിന്നെ മുമ്പേ കണ്ട പോലെ തന്നെ ഒരു ചെടി. ഇത് വള്ളി വീശി ഈ പറഞ്ഞ പോലെ ഉണങ്ങി നിന്നാണ്. അതിനെ നനച്ച് ഈ പരുവാക്കി. പിന്നെ മറ്റേ കണ്ട കളറിൻ്റെ തന്നെ യെല്ലോ കളറാണ് കേട്ടോ. ഇത് കാണുമ്പോൾ എന്താണോന്ന് എനിക്കറിയില്ല. ഇപ്പോൾ ഊട്ടിക്ക് പോകുമ്പോൾ എല്ലാവരുടെ കയ്യിലും തിരിച്ചു വരുന്ന ഒരു പൂവില്ലേ, ഉണങ്ങി പോവാത്ത പൂവ്, അതും എനിക്ക് ഓർമ്മ വരും. ഇത് നമ്മുടെ ജനലിരുന്ന കൂജയാണ് കേട്ടോ. അത് ഞാൻ ജസ്റ്റ് ഇങ്ങോട്ടൊന്ന് എടുത്ത് മാറ്റി വെച്ചു. അതുപോലെ ഈ ജനലിൽ ഞാൻ ഇത് 2ഉം പ്ലേസ് ചെയ്തു കേട്ടോ. ഇതും വേറെ ഈ ഒരു കളറും കൂടെ ഞാൻ വെച്ചു, 2 കളറ്. അപ്പോൾ ശരിക്കും മഞ്ഞ ഒരെണ്ണം കുറവാണ് ആക്ച്വലി. പിന്നെ ഈ സൈഡൊക്കെ നമ്മുടെ മണി പ്ലാന്റ്സ് ആണ്. അപ്പോൾ ചട്ടികൾ 2 മാറ്റി, കാരണം ഭയങ്കരമായിട്ട് ദ്രവിച്ചു പോയി. ഇത് ഞാൻ നട്ട മണി പ്ലാന്റ് ആണ് കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷമായി. ആ സൈഡിൽ നിൽക്കുന്നത് ഞാൻ നട്ടതാണ്. ഇത് നമ്മുടെ മഴ പെയ്തപ്പോൾ പറന്നു പോയ സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചിരിക്കുകയാണ്. അതുപോലെ മണ്ണ് തെറിച്ച് സൺഷെയ്ഡ് വീണതൊക്കെ നമ്മൾ എടുത്തൊരു കവറിലാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെയും ഒരു മമ്മി വാങ്ങിച്ച മഞ്ഞ ചെടിച്ചട്ടിയിലും കുറച്ച് ചെടികൾ വെച്ചിട്ടുണ്ട്. ഇത് പഴയതാണ്. ഇത് മണ്ണ് ലീക്കായിട്ട് കറയാവുന്നുണ്ട്. അതൊന്ന് റെഡിയാക്കണം. അപ്പോൾ നമ്മുടെ ഈ ഒരു ബാൽക്കണി നല്ല കളർഫുള്ളായിട്ടില്ലേ. പിന്നെ ഇവിടെ നിന്ന് തുടങ്ങുമ്പം ഇതും ഈ പറയുന്ന പോലെ വാടി ഉണങ്ങി തുടങ്ങിയ ചെടിയാണ്. അതിനെ ഞാൻ എങ്ങനെയൊക്കെയോ ഇങ്ങനെ ആക്കി തീർത്താണ്. ഇത് കാണുമ്പോൾ മനസ്സിലാവും നമ്മുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. മാറ്റ് ഞാൻ അവിടെ ഇട്ടിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ ജസ്റ്റ് സിറ്റ് ഔട്ടൊക്കെ ഒന്ന് കഴുകിയിട്ട് അപ്പം നനഞ്ഞാൽ അത് കുതിർന്നു പോവും. പിന്നെ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആ ഉണങ്ങിയ ചട്ടിയിലിരുന്ന ഒരു ഇതാണ്. എനിക്കൊന്ന് കിഴങ്ങിന്ന് പൊട്ടി വന്നതാണ്. ഈ ഒരു കാറ്റത്ത് 2-3 പ്രാവശ്യം വീണെങ്കിലും ഉയർത്ത് എഴുന്നേറ്റ് വന്ന ഒരാളാണ്. പിന്നെ ഇത് അതിൻ്റെ സെയിം തന്നെയാണ്. അത് ഞാൻ കാണിക്കാം കേട്ടോ. ഇത് ഞാൻ വെച്ച മണി പ്ലാന്റ് ആണ്. അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഇത് കണ്ടോ, ഇതൊക്കെ നമ്മൾ ആകാശത്തു നിന്ന് എടുത്ത് ഭൂമിയിലേക്ക് വെച്ചിരിക്കുന്നതാണ്. പിന്നെ എന്താ പറയുക, ഇതൊക്കെ ഞാൻ വെച്ചാണ് കേട്ടോ. ഞാൻ വെച്ചതിൽ നിന്ന് എനിക്ക് അഭിമാനമുണ്ട്. ഇത് വള്ളി വീശി വന്നിട്ടുണ്ട്. താഴത്തൊക്കെ ഉണങ്ങിപ്പോയതാണ്. ഒക്കെ ഞാൻ എൻ്റെ സ്വന്തം അധ്വാനത്തിൽ ഞാൻ റെഡിയാക്കി കൊണ്ടുവന്നതാണ് കേട്ടോ. ഇത്
ബുഷായിട്ട് പിന്നെയും തിരിച്ച് വന്നിട്ട് സംഭവം ഞാൻ ഇതിൽ നിന്നൊക്കെ വെട്ടിയിട്ടാണ് 4-5 ചട്ടിയിൽ പുതിയതായിട്ട് വെച്ചതെങ്കിലും ഭയങ്കര കാര്യമായിട്ട് വന്നിട്ടുണ്ട്. എൻ്റെ വലിയൊരു ശരീരം നിഴൽ ഇവിടെ കാണാം നിങ്ങൾക്ക്. അപ്പം എന്താ പറയുക, ഒരു കൊച്ചു കുട്ടീനെ പോലെ ആയിട്ട് നിൽക്കുകയാണ്. കാരണം എനിക്ക് ഒട്ടും പരിചയമില്ലാത്തൊരു ഫീൽഡാണ് ചെടി നടൽ, അത് നനയ്ക്കൽ, പിടിക്കൽ, അതിനെ പരിപാലിക്കുക. ആദ്യം മണി പ്ലാന്റിൽ നിന്ന് തുടങ്ങി അത് വളരെ സക്സസ്ഫുള്ളായിട്ട് പോയി. അങ്ങനെ എന്താ പറയുക, ഇതൊക്കെ നല്ല, എനിക്കിത് ഭയങ്കര ഇഷ്ടമായിട്ടോ. പിന്നെ ഞാൻ അകത്ത് വെച്ച് ചെടികൾ കാണിക്കാമേ. കണ്ടോ, ഇത് അകത്ത് വെച്ചതും നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്. ഗ്ലാസ്സിൽ വെച്ചത് ഇത് നമ്മുടെ റിട്ടേൺ ഗിഫ്റ്റിൻ്റെ ഇത് വന്നതാണ്, പക്ഷെ അതിനെന്തോ 1-2 പോയി. ഇത് നല്ല കാര്യമായിട്ട് നിൽക്കുന്നത് പുതിയ ഇലയൊക്കെ വന്നിട്ടുണ്ട്. ഇത് ഒന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട് ന്യൂ ഗാർഡൻ സെറ്റപ്പ് എന്ന് നിങ്ങൾ പറയട്ടോ. വലിയ ചക്കമാങ്ങ തേങ്ങയൊന്നും ഇല്ല, എന്നാലും ഞങ്ങൾ ചക്കമാങ്ങ തേങ്ങ എന്ന് പറഞ്ഞപ്പോഴാണ് ഒരു ബഡ് മാവും പ്ലാവും ഒക്കെ കൊണ്ടുവരാൻ ആ ചേട്ടനോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എൻ്റെ ഈ കുട്ടി ഗാർഡൻ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പറയണേ. എന്തായാലും നമുക്ക് ഇന്നത്തെ ബാക്കി വീഡിയോസിലേക്ക് കടക്കാം. ഇനിയിപ്പോൾ കുറച്ച് ഈവനിങ് വ്ളോഗും പിള്ളേരുടെ കാര്യങ്ങൾ സൂക്ഷിച്ച് ഞാൻ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി ബാക്കി കാര്യങ്ങൾ കാണാം. അപ്പോൾ എൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ചാക്കോച്ചൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ. തോമു ഉച്ചയ്ക്ക് ഉറങ്ങാറില്ല, അവനെ ഞാൻ ഉറക്കാതിരിക്കാൻ മാക്സിമം ശ്രമിക്കാറുണ്ട് കേട്ടോ. അപ്പം ചാക്കോച്ചൻ്റെ മുടി വെട്ടാറായി, പക്ഷെ അവൻ സമ്മതിക്കണില്ല. തോമുവിൻ്റെ ആ ഒരു സമയത്തെ പോലെ തന്നെ കുറച്ച് 2-3 പ്രാവശ്യം വെട്ടാൻ സമ്മതിച്ചു, പിന്നെ അവൻ സമ്മതിച്ചില്ല. സെയിം പാറ്റേണിൽ തന്നെയാണ് ചാക്കോച്ചനും പോണത്. ഇനി എന്തെങ്കിലും പറഞ്ഞ് പിടിച്ചിരുത്തൊക്കെ വേണം, നോക്കണം എന്തായാലും. പക്ഷെ അവന് മുടി വെട്ടാണ്ട് ഒരു രക്ഷയില്ല കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തോമുവിനെ ഡ്രസ്സ് മാറ്റി റെഡിയാക്കി, ഞാൻ പറഞ്ഞ പോലെ തന്നെ അവർ പുറത്ത് പോയേക്കാണ്. എന്തായാലും എത്താറായെന്നാണ് ഞാൻ വിളിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഞാൻ ചുമ്മാ എന്തൊക്കെയോ കാണിക്കുമ്പം ചാക്കോച്ചൻ ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവർക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ നാളെ സ്കൂളിൽ ഒരു എന്താ പറയുക പാർട്ടിയുണ്ട്. അപ്പോൾ ബുഫേ സിസ്റ്റമാണ്. അപ്പോൾ കുഞ്ഞു കുഞ്ഞ് സ്നാക്സുകളും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പോൾ ഞങ്ങൾ സമൂസ ആദ്യം പ്ലാൻ ചെയ്തു, പിന്നെ ഞങ്ങളത് ബനാന ഫ്രൈയിലേക്ക് എത്തിയിട്ടോ, പിള്ളേർക്ക് കഴിക്കാൻ പറ്റുന്ന സാധനങ്ങളിലേക്ക് എത്തി. അപ്പോൾ ഇവർ ടൗണിൽ പോയിട്ട് വന്നപ്പം ഹൈറോഡിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. തോമുനും പാച്ചുവിനും വണ്ടിയും ചാക്കോച്ചന് കിച്ചൺ സെറ്റുമാണ് അമ്മാമ്മ കൊണ്ടുവന്നത്. ചാക്കോച്ചന് ഭയങ്കര സന്തോഷമായിട്ടോ. അങ്ങനെ പോയ വിശേഷവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്താണ് ഏതിനാണെന്നൊക്കെ മനസ്സിലായി കാണും. അപ്പം മമ്മിയുടെ വീഡിയോയിൽ നിങ്ങൾ കണ്ടു കാണും, അതൊന്നും ഞാൻ പറയണില്ല. അങ്ങനെ അവരുടെ വണ്ടിയും കാര്യങ്ങളൊക്കെ നോക്കുകയാണ്. അപ്പോൾ പാച്ചുവിന് ഇത് കണ്ടപ്പം എനിക്ക് കിച്ചൺ സെറ്റ് മതി എന്നായി. അപ്പോൾ ഞങ്ങൾ പറയാമായിരുന്നു നിങ്ങൾ 2 പേരും വണ്ടി വെച്ച് കളിക്കുക, ചാക്കോച്ചന് കിച്ചൺ സെറ്റാണ് ഇഷ്ടം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെ ഒരു വിധത്തിൽ ഞങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി. പിന്നെ ഇന്ന് അങ്ങനെ പ്രത്യേകിച്ച് ഈവനിങ് ഞങ്ങൾ പ്ലാനൊന്നും ചെയ്തിട്ടില്ലായിരുന്നു. ഇന്ന് ഞാൻ പറഞ്ഞ പോലെ വൈകുന്നേരം ചായ കുടിച്ചിട്ടില്ല, അവർ ഓൾറെഡി ചായ കുടിച്ചിട്ടാണ് വന്നത്. അപ്പോൾ പിന്നെ ഞാൻ ചായ വെക്കാനൊന്നും നിന്നില്ല കേട്ടോ. പിന്നെ പിള്ളേരുടെ കളിയും മേളവും അത് പൊട്ടിക്കലും കളിക്കലും ഒക്കെ ആയിട്ട് അപ്പം 2 പേർക്കും സെയിം കളർ ആയതുകൊണ്ട് തന്നെ ഒരു ഇഷ്യൂ വരാൻ വളരെ ചാൻസ് കൂടുതലാണ്. അപ്പോൾ പാച്ചുവിൻ്റെ വണ്ടിയിൽ പി എന്നും തോമുവിൻ്റെ വണ്ടിയിൽ ടി എന്നും എഴുതി, കാരണം അവർക്കിപ്പോൾ ലെറ്റേഴ്സ് അറിയാം. അപ്പോൾ അവരുടെ വണ്ടി അവരെടുത്തോട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ അങ്ങനെ ചെയ്തു കേട്ടോ. അപ്പോൾ എനിക്ക് 1-2 കൊറിയർ പാക്ക് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അഡ്രസ്സൊക്കെ എഴുതി പാക്ക് ചെയ്യണം. അപ്പോൾ ഡാഡിയോട് ഇരിപ്പുണ്ടായിരുന്നു. ഡാഡിയോട് വർത്താനമൊക്കെ പറഞ്ഞ് എന്തെങ്കിലും എടുക്കാനോ അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും ഓർണമെൻറ്റ്സ് കാണിക്കാനുണ്ടെങ്കിൽ അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഡാഡിനെ കൊണ്ട് ചെയ്യാം. അപ്പോൾ പാച്ചു ഇടയ്ക്കിടയ്ക്ക് വന്ന് ഡാഡിനെ വിളിച്ചുകൊണ്ട് പോവാണ്. അപ്പോൾ അത് വേണം, അപ്പോൾ ഇത് വേണം എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പം ഡാഡിയാണ് അവൻ്റെ മീഡിയേറ്റർ കേട്ടോ. അപ്പോൾ ഡിമ്പിള് രാത്രിത്തേനുള്ള ഡിന്നർ റെഡിയാക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വേഗം എനിക്ക് കിട്ടണ ഗ്യാപ്പിൽ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഈ ഡൈനിങ് ടേബിളിൽ ഞാൻ വന്നിരുന്ന ഭയങ്കര വിഷയമാണ്. എനിക്ക് തോന്നുന്നു കുറേ നാൾ കൂടി ഡിമ്പിളിൻ്റെ വെഡിങ് ആനിവേഴ്സറിയുടെ അന്നായിരിക്കും ഞാൻ ഇവിടെ നിന്ന് എല്ലാവരും കൂടി ഒന്നിച്ചിരുന്നൊരു ഭക്ഷണം കഴിച്ചത്. അല്ലെങ്കിൽ പിള്ളേർ സമ്മതിക്കില്ല കേട്ടോ. അപ്പം എനിക്ക് ഡിമ്പിളും ആർക്കായാലും പാക്കിങ് ഭയങ്കര ഭംഗിയാവണമെന്ന് ഭയങ്കര നിർബന്ധമാണ്. കാരണം നമ്മൾ പോസ്റ്റ് ഓഫീസ് വഴി തന്നെ അയക്കുന്നതുകൊണ്ട് ഇവർ സ്റ്റാമ്പ് അടിക്കുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് അതൊന്നും ആ ഓർണമെൻറ്റ്സിനെ ബാധിക്കാതിരിക്കാൻ മാക്സിമം ബബിൾ റാപ്പ് ചെയ്തിട്ടാണ് ഇത് അയക്കുക. ഇത് ജസ്റ്റ് നമ്മുടെ തൃശ്ശൂർ തന്നെയുള്ളൊരു സ്ഥലത്തോട്ട് അയക്കുന്നതാണ്. അങ്ങനെ വേഗം ഞാൻ അടുക്കളയിൽ ചെന്നു, കാരണം നമ്മുടെ നോബിളയുടെ നിന്ന് ചക്ക പഴുത്തിട്ടുണ്ടായിരുന്നു. ഡാഡി അടത്തി തന്നു, ഞാനതെല്ലാം ക്ലീൻ ചെയ്ത് വേഗം കുറച്ച് ചീരയൊക്കെ അരിഞ്ഞു കൊടുത്തിട്ട് ഞാൻ വേഗം മുകളിൽ പോയി. കാരണം ബെഡ്ഷീറ്റ് മാറണമായിരുന്നു, കുറച്ച് ഒരാഴ്ചയ്ക്ക് മുകളിലായി. അപ്പോൾ ഇത് നമ്മുടെ പുതിയ ബെഡാണ് കേട്ടോ. അപ്പോൾ അത് പിള്ളേരില്ലാത്ത സമയത്ത് ഈ
ബെഡ്ഷീറ്റ് മാറ്റാൻ പറ്റുള്ളൂ. കാരണം 2 ബെഡും ക്വീൻ സൈസാണ്. ബെഡ്ഷീറ്റ് ഇടണം, മാറ്റണം, പില്ലോ കവർ മാറ്റണം, കുറച്ച് പണിയാണ്. കാരണം നടുക്ക് കട്ടിലേക്ക് കയറണം, അതിടണം, അങ്ങനെ കുറച്ച് പരിപാടിയാണ്. അപ്പോൾ പിള്ളേരുണ്ടെങ്കിൽ അവരതൊരു കളിയാക്കി മാറ്റും. അപ്പോൾ എനിക്കൊന്നും കൂടെ ദേഷ്യം വരും. എന്തായാലും ഇനി തറ തുടയ്ക്കണം, അങ്ങനത്തെ കുറച്ച് പരിപാടിയുണ്ട്. മുകളിലൊക്കെ ഞാൻ ഈ ഒരു സമയത്താണ് എപ്പോൾ ബെഡ്ഷീറ്റ് മാറുന്നോ അപ്പോൾ ഉടനെ തുടച്ചെടുക്കും. എന്ന് വെച്ച് ബാക്കി ദിവസം തുടയ്ക്കുന്നതല്ല, എനിക്ക് ഒന്നടാടം വിട്ട് എന്തായാലും തുടയ്ക്കേണ്ടി വരും. പിന്നെ ഈ പറയുന്ന പോലെ ടോയ് സ്റ്റാൻഡ് റെഡിയാക്കണം. അപ്പോൾ ഞാൻ മെഡിസിൻസൊക്കെ ഷെൽഫിലിരുന്ന് എടുത്ത് മാറ്റി. കാരണം ചാക്കോച്ചൻ പതുക്കെ പരിപാടി തുടങ്ങി. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യണമല്ലോ, അല്ലെങ്കിൽ പിള്ളേരത് എടുത്ത് കുടിച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ ഒരു വിധത്തിൽ ഇതേ സെറ്റാക്കി ടോയ്സൊക്കെ റെഡിയാക്കി. അപ്പോഴത്തേനും ഭക്ഷണം കഴിക്കാൻ 9:45 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനപ്പോൾ ഇന്ന് എണ്ണ തേച്ചിട്ടുണ്ടായിരുന്നു, അത്രയ്ക്കും ചൂടുണ്ടായിരുന്നു. അപ്പോൾ എണ്ണയൊക്കെ തേച്ച് വേഗം പോയി ഭക്ഷണം കഴിച്ചിട്ട് വന്നിട്ട് കുളിക്കാമെന്നൊക്കെ വിചാരിച്ചെങ്കിലും എല്ലാം കഴിഞ്ഞ് പിള്ളേരെയൊക്കെ കുളിപ്പിച്ചിട്ട് ഒന്ന് ജസ്റ്റ് വർത്തമാനം പറയാൻ ഇറങ്ങിയതാണ്. ഒരു 11:45 വരെ ഞാനും ഡിമ്പിളും മമ്മി ഇരുന്ന് വർത്തമാനം പറഞ്ഞു. ഞങ്ങൾ കുറച്ചധികം ദിവസമായി ഇങ്ങനെ ഇന്ന് വർത്തമാനം പറയണം. എന്നാൽ പിന്നെ വർത്തമാനം പറയാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ നാളെ വേഗം എഴുന്നേറ്റിട്ട് പിള്ളേർക്ക് കൊണ്ടുപോകാനുള്ള ഉണ്ടാക്കണം, അങ്ങനെ കുറച്ച് പരിപാടിയുണ്ട്. ഈ ഒരു കുട്ടി ഡേ ഇൻ മൈ ലൈഫ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. കീപ് സപ്പോർട്ടിങ്. ഇതുപോലെ തന്നെ മുന്നോട്ടും എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.